മനു തോമസ് വിഷയത്തിൽ നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് നിർദ്ദേശം. പി ജയരാജനും എം ഷാജിറിനുമെതിരെ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളെന്ന് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. അതിനിടെ സിപിഐഎമ്മിന്റെ ക്രിമിനൽ ബന്ധത്തിനെതിരെ കോൺഗ്രസ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. മനു തോമസ് വിവാദത്തിൽ ഒടുവിൽ സിപിഐഎമ്മിന്റെ പ്രതികരണം. മനു തോമസിന്റെ പ്രചാരവേല അപലപനീയമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞ സിപിഐഎം നവമാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി കൊട്ടേഷൻ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലെ ഭീഷണി പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ന്യായീകരിക്കാനാവില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. മനു തോമസ് വിഷയത്തിൽ മൗനം വിദ്വാനുഭൂഷണമെന്നായിരുന്നു പി ജയരാജന്റെ പ്രതികരണം. ഗുരുതരമായ ആരോപണമല്ലേ എന്ന ചോദ്യത്തിന് അത് നിങ്ങൾക്ക് ഗുരുതരമായിരിക്കുമെന്നായിരുന്നു മാധ്യമങ്ങളോട് ജയരാജന്റെ മറുപടി. മനു തോമസിനെതിരെ നേതാക്കൾ മിണ്ടാത്തത് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്ന് ഭയന്നാണെന്ന് കോൺഗ്രസ് ആരോപണം ഉയർത്തിക്കഴിഞ്ഞു. വിഷയം ശക്തമായി ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഷുഹൈബ് വധത്തിൽ ഉൾപ്പെടെ മനു തോമസ് നടത്തിയ പരാമർശങ്ങൾ തങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് എന്നാണ് കോൺഗ്രസിന്റെ വാദം. സിപിഐഎം നേതാക്കളുടെ ക്രിമിനൽ ബന്ധത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലുണ്ട്. മനു തോമസ് ദൃശ്യമാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞു ഇന്നതാണ് ആക്ഷേപമുള്ളത്. ജയരാജനെ നിശ്ചയിച്ചിട്ടില്ല. ജയരാജൻ എന്താ പറഞ്ഞത്? ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. ജയരാജൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ മാത്രം ഗൗരവമേറിയ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് മനു തോമസ് നടത്തിയത് എന്ന് ജയരാജൻ തന്നെ സമ്മതിക്കുന്നു. വിവാദങ്ങളിൽ സിപിഐഎം നേതൃത്വം ഒടുവിൽ പ്രതികരിച്ചെങ്കിലും മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൃത്യമായി ഇപ്പോഴും സിപിഐഎം മറുപടി നൽകിയിട്ടില്ല. പരസ്യ പ്രസ്താവനകൾക്ക് വിലക്ക് വരുന്നത് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.